നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2004 മുതൽ 2014 വരെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അഥവാ UPA നേതൃത്വത്തിൽ മുന്നണി സംവിധാനമായിരുന്നു ഈ രാജ്യത്ത് അധികാരത്തിലുണ്ടായിരുന്നത്. കോൺഗ്രസ് സഖ്യകക്ഷികളുമായി ചേർന്ന് ജനാധിപത്യ രീതിയിലായിരുന്നു മുന്നോട്ട് പോയതെങ്കിൽ ആ ജനാധിപത്യത്തിൻ്റെ ധ്വംസനമാണ് 2014 മുതൽ ഇത്രയും നാൾ വരെയും കണ്ടത്. അതിലൊരു മയം വന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP ഒന്ന് ഇരുന്നു പോയപ്പോഴാണ്. BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നത് നരേന്ദ്രമോദിയുടെ സമനില തന്നെ തെറ്റിക്കുകയുണ്ടായി. ഒരു വേളയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകില്ല എന്നതും ഒരുപക്ഷെ ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന രീതിയിലേക്ക് അദ്ദേഹം ഒടിഞ്ഞു മടങ്ങിപ്പോകുമോ എന്ന് വരെ രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിച്ചു. എന്നാൽ UPA വീണ്ടും സജ്ജീകരിക്കണം എന്ന അഭിപ്രായം ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നത് നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതെ ഇരിക്കുന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ്, ബിജു ജനതാദളും അതുപോലെ തന്നെ YSR കോൺഗ്രസും. അവർ പറയുന്നു ഇന്ത്യ മുന്നണി എന്ന ആശയം അത് വളരെ നല്ലത് തന്നെയാണ്, എന്നാൽ അതിനേക്കാൾ മികച്ച രീതിയായിരിക്കും NDAയോട് കിടപിടിക്കുന്ന രീതിയിൽ UPA തിരിച്ചു വന്നാൽ. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ഇനി അധികാരത്തിലേക്ക് കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രതിപക്ഷ കക്ഷികളെ നയിക്കാൻ പ്രാപ്തിയുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്ത് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ 2029 മുമ്പ് തന്നെ രാഹുലിന് കഴിയുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഒഡീസയുടെ BJD നേതാവായ നവീൻ പട്നായിക്. നമുക്കറിയാം, രാഷ്ട്രീയ വഞ്ചനയിലൂടെയും കള്ളത്തരത്തിലൂടെയും പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ കയറുന്ന BJP ആ രാജ്യസഭാ സീറ്റുകൾ മുഴുവൻ തൂത്തുവാരുകയാണ്. ഇത് അസഹനീയമായ ഒരു കാര്യമായി തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. UPA സർക്കാർ തിരിച്ചു വരേണ്ടത് ഈ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ ഏറ്റവും വലിയ അഭിമാന പ്രശ്നമാണ്. ഇനിയും വർഗീയവാദികൾക്ക് സ്ഥാനമില്ല ഈ നാട്ടിൽ എന്നതും വർഗീയ വിഷം വിളമ്പുന്നവരെ കെട്ടുകെട്ടിക്കേണ്ടതും കൃത്യമായും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ അവകാശമാണ് എന്നതുകൊണ്ട് തന്നെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അധികാരത്തിലേക്ക് തിരിച്ചു വരേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അതിനുവേണ്ടിയുള്ള ദേശീയ സമ്മേളനം തുടങ്ങണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് നേരത്തെ ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും അതുപോലെ തന്നെ ശരത് പവാറും ഒക്കെ രാഹുൽ ഗാന്ധിയോടും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയോടും വ്യക്തമാക്കിയതാണ്. എന്നാൽ ആര് ചെയർമാനാകും, ആര് അത്തരത്തിൽ സ്ഥാനം വഹിക്കും തുടങ്ങിയ നിരവധി ചർച്ചകളുണ്ട്. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൻ്റെ ചെയർമാനായി ഏറ്റവും കൂടുതൽ നാൾ ഇരുന്നത് സോണിയാഗാന്ധിയാണ്. എന്നാൽ UPA സംവിധാനം തിരികെ കൊണ്ടുവരുമ്പോൾ അതിനൊരു വനിതാ ചെയർപേഴ്സൺ തന്നെ ആകണം, ആ ഒരു കീഴ്വഴക്കം ലംഘിക്കേണ്ട എന്ന പൊതു മിനിമം ആവശ്യം എല്ലാ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായി കൃത്യമായും ഒഡീസയിൽ നിന്നുള്ള BJDയും ആന്ധ്രയിൽ നിന്നുള്ള YSR കോൺഗ്രസും കോൺഗ്രസിന് ഇതിനോടകം തന്നെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ വൈകാതെ അത് യാഥാർത്ഥ്യമായാൽ ഓരോ സംസ്ഥാനങ്ങളിലും കൂട്ടായ രീതിയിൽ BJPയെ തോൽപ്പിക്കാൻ കഴിയും.